ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അസറുദ്ദീൻ്റെ വീട്ടിലാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കാസർഗോഡ് ഇന്ന് വലിയ ആഘോഷം. ഒപ്പം തളങ്കരയിലെ അസറുദ്ദീൻ്റെ വീട്ടിലാണ്. അസറുദ്ദീൻ്റെ മൂത്ത സഹോദരൻ നമുക്കിപ്പോൾ ചേരുകയാണ്. നമ്മൾ പ്രതീക്ഷ പോലെ സംഭവിച്ചു. അതെ, തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ലീഡ് കിട്ടി, വീണ്ടും രണ്ടാമത് ബാറ്റിംഗ് തുടങ്ങി. കേരളം ചരിത്ര ഫൈനലിൽ ഏറ്റവും അരികത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെല്ലാവരുടെയും പ്രാർത്ഥന, അതുപോലെ തന്നെ കേരള ടീമിൻ്റെ ഒത്തൊരുമ. ഇത്രയും മികച്ചൊരു ടീം, ഇത്രയും മികച്ചൊരു അവർ എടുത്ത എന്ത് പറയാം നമുക്ക് ഈ എഫക്റ്റ്, അതായത് നമ്മൾ പറയുന്നില്ലേ അവിടെ ഈ എന്ത് പറയാൻ പറ്റുന്നില്ല, അവരത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ടാണ് ഈ വിജയം നേടിയിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. അസറുദ്ദീൻ, സൽമാൻ, നിതീഷ്, അതായത് ടീം മൊത്തം ജലജടക്കം പെർഫോം ചെയ്തത് ഏറ്റവും മികച്ച പെർഫോമാണ്. ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേ ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്, കുറേ ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നിൽ തന്നെ എല്ലാ ആൾക്കാരും ഉള്ളത്. കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ടീമാണ്. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ വിജയം കൂടിയാണ് ഈ വിജയം. വിജയിച്ചെങ്കിൽ എന്ത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹാഷ്മി, സെഞ്ചുറിക്ക് ശേഷം ഞാൻ ഈ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഈ സഹോദരന്മാരൊക്കെ സംസാരിച്ചിരുന്നു. അവരൊക്കെ വലിയ പ്രതീക്ഷയിലും വലിയ ആവേശത്തിലുമായിരുന്നു. അസറുദ്ദീൻ ഇത്തവണ കപ്പ് കൊണ്ട് ഇങ്ങോട്ട് വരൂ എന്നൊരു പ്രതീക്ഷ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു. അന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. തീർച്ചയായും നമ്മൾ പറഞ്ഞിരുന്നു സെഞ്ചുറി അടിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ടീമും കൂടി വിജയിച്ച് അത് ഫൈനലിലേക്ക് എത്തുമ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുക. ഇപ്പോൾ ഏകദേശം 90% എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു ദിവസം കളി ബാക്കിയുണ്ട്. എന്നാലും അത് വളരെയധികം കോൺഫിഡൻ്റ് ആണ്. തീർച്ചയായിട്ടും ഫൈനലിലെത്തും, കപ്പ് അടിക്കും തന്നെയാണ് വിശ്വാസം. ഈ അസറുദ്ദീൻ്റെ സുഹൃത്തുക്കളും ഇവിടെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ട്. ആ ക്ലബിലെ അംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ നമ്മുടെ സന്തോഷം? വളരെയധികം സന്തോഷം. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാടും നഗരവും ഉറങ്ങാത്ത 2 ദിവസമായി. കാരണം അസർ പ്രത്യേകിച്ച് കേരള ടീം ആദ്യമായി ഫൈനലെത്തുമ്പോൾ അത് ലോക മലയാളിക്ക് തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട് തളങ്കരയ്ക്ക് ഏറ്റവും വലിയൊരു അഭിമാനമാണ് അസറിൻ്റെ 177 സ്കോർ. അതുപരി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇന്നലെ രാത്രി മുതൽ ആരും ഉറങ്ങാതെയാണ് ഈ കളിയെക്കുറിച്ച് സംസാരിച്ചത്. ഏകദേശം രാത്രി 3 മണി 4 മണി വരെ ആൾക്കാർ ക്ലബിൻ്റെ പ്രശ്നത്തിൽ ഇരുന്നു കൊണ്ട് നാളെ എന്താകും എന്ന ചിന്താഗതിയിലായിരുന്നു. പക്ഷേ സംഭവിച്ചു, കേരളം ഫൈനലെത്തി. തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. അരുൺ, ഞങ്ങളുടെയൊക്കെ തലമുറ ക്രിക്കറ്റ് കണ്ടത് മുഹമ്മദ് അസറുദ്ദീൻ്റെയും സച്ചിൻ്റെയും അജയ് ജഡേജയുടെയും നയൻ മോങ്കിയുടെയും ഒക്കെ ആയിരുന്നു. അജിത് അഗാർക്കറിൻ്റെ ക്രിക്കറ്റൊക്കെയാണ് ഞങ്ങളുടെ തലമുറ കണ്ടത്. ആ അസറുദ്ദീനിൻ്റെ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ ഈ അസറുദ്ദീൻ? അത് തന്നെയാണ്. മൂത്ത സഹോദരനാണ്, അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. മൂത്ത സഹോദരനാണ് ഈ അസറുദ്ദീൻ എന്ന പേര് നൽകിയതെന്ന് നമ്മളോട് നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണോ നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ട് പേര് കൊടുത്താണോ? അത് തീർച്ചയായിട്ടും 1990-കളിലൊക്കെ മുഹമ്മദ് അസറുദ്ദീൻ എന്ന നമ്മുടെ മുമ്പത്തെ ഇന്ത്യയുടെ ലെജൻഡ്, ഇന്ത്യൻ്റെ മുമ്പത്തെ ക്യാപ്റ്റനായിരുന്ന അസറുദ്ദീൻ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ കളിക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പിന്നെ മാതാപിതാക്കൾ അജ്മൽ എന്ന പേരായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു മുഹമ്മദ് അസറുദ്ദീൻ തന്നെ പേരിടണം. ആ പേരിട്ടു. ആ പേര് പോലെ തന്നെ ഇപ്പോൾ ഇതുവരെയായിട്ടും അസറിൻ്റെ മികച്ച പെർഫോമൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മുസ്താഖ് അലിയിൽ 37 ബോളിൽ സെഞ്ചുറി അടിച്ചു. അതിനുശേഷം ഈ സീസണിൽ മൊത്തം അസറുദ്ദീനും സൽമാനും അടക്കം നിതീഷും എല്ലാവരും ഭയങ്കര ഫോമിലായിരുന്നു. ഒരു ടീമിൻ്റെ ഒറ്റക്കെട്ടുള്ള ഒരു വിജയമാണ്. നമുക്ക് അധികം സന്തോഷമുണ്ട്. അസറിൻ്റെ പ്രത്യേകിച്ചിട്ട് പെർഫോമൻസ് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, എന്തായാലും രഞ്ജി ട്രോഫി സെമിയിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമായി മാറുന്നുണ്ട്, ആദ്യ കേരള താരമായി മാറുന്നുണ്ട് മുഹമ്മദ് അസറുദ്ദീൻ. അത് പഴയ മുഹമ്മദ് അസറുദ്ദീൻ്റെ ലെഗസി അതേപോലെ പിന്തുടരാൻ കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ആശംസ. മാത്രമല്ല, ഈ രഞ്ജി ട്രോഫി കേരളത്തിലുള്ള രഞ്ജി ട്രോഫിയാണോ എന്നൊരു സംശയം എല്ലാ കോണിൽ നിന്നും ഉയരുന്നുണ്ട്. കാര്യം എല്ലാ കാര്യങ്ങളും കേരളത്തിന് അനുകൂലമായിരുന്നു. അനിൽ വാസ്തവ തുടരുന്നുണ്ട്. അനിൽ, അവിടെ മറുസൈഡിൽ മുംബൈ വിദർഭ പോരാട്ടം നടക്കുകയാണ്. അവിടെ ഇക്കാലം അത്രയും ഈ കപ്പ് കുത്തകയെ വെച്ചിരുന്ന മുംബൈ തോറ്റുകൊണ്ടിരിക്കുന്നു. വിദർഭ കയറാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ കപ്പ് കേരളത്തിലേക്കാണോ? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ്. കാരണം മുംബൈ എന്ന് പറയുന്നത് മുംബൈ ഈസ് ഈക്വൽ ടു രഞ്ജി ട്രോഫി എന്ന് പറയേണ്ടിയിരിക്കുന്നു. 42 തവണയാണ് മുംബൈ ഈ കിരീടം നേടിയിട്ടുള്ളത്. നിലവിലെ ചാമ്പ്യന്മാരാണ്. പ്രത്യേകിച്ച് ആ ടീമിൽ അജിൻകെ രഹാനെ, സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെ തുടങ്ങിയ ഷർദുൽ താക്കാർ തുടങ്ങിയ ഒരു മിനി ഇന്ത്യൻ ടീം തന്നെയാണ് മുംബൈ ടീമിന് വേണ്ടി കളിക്കുന്നത്. രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ അവർക്കായി കളിക്കുകയും ചെയ്തിരുന്നു. അതിന് മുന്നത്തെ മത്സരത്തിൽ കളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ കാലത്തും ഒരു ഗംഭീര ടീമാണ് മുംബൈ. പക്ഷേ ആ മുംബൈയെ വിറപ്പിക്കുന്ന വിദർഭയാണ് കണ്ടത്. ആദ്യ ഇന്നിംഗ്സിൽ അവർ ലീഡ് നേടി. ഇപ്പോൾ 4 വിക്കറ്റ് ശേഷിക്ക് 260 മുകളിൽ റൺസാണ് മുംബൈക്ക് വേണ്ടത്. അപ്പോൾ വിദർഭയുടെ വഴിക്കാണ് കാര്യങ്ങളെന്ന ആ വശത്ത് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അപ്പുറം അതൊക്കെ മാറ്റിവെച്ചാൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് കേരളത്തിൻ്റെ ചരിത്ര ഫൈനലിലേക്കുള്ള പ്രവേശനം കാത്തിരിക്കുകയാണ് കേരളം. 2 റൺസിൻ്റെ നിർണായക ലീഡ് നേടിയ കേരളം ഇപ്പോൾ 2ാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. അക്ഷയ് ചന്ദ്രനും രോഹൻ കുന്നുമലുമാണ് ഇപ്പോൾ കേരളത്തിനായി ക്രീസിലുള്ളത്. ഈ ഒരു ജോഡി
കരുതലോടെ കളിക്കട്ടെ, ഏറ്റവും മികച്ച രീതിയിൽ കളിക്കട്ടെ, വിക്കറ്റ് പോകാതെ 2 സെഷനുകൾ കൂടി 3 സെഷനുകൾ കൂടി കളിക്കേണ്ടിയിരിക്കുന്നു. 12 മണി വരെയാണ് ആദ്യ സെഷൻ. അതിനുശേഷം ലഞ്ചിന് ശേഷം 2 സെഷൻ കൂടിയുണ്ട്. ആ 2 സെഷനിൽ കൂടി നിൽക്കേണ്ടിയിരുന്നു. പ്രത്യേക